തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന. നാണമില്ലയോടെ നിനക്കൊക്കെ? അന്തസ്സായിട്ട് ജീവിക്കണം, തെണ്ടിയല്ല ജീവിക്കണ്ടേ. ആ മര്യാദയ്ക്ക് സർവീസ് കൊടുത്തിട്ട് അവന്റെ പുറകിന് കിടക്കുക താങ്ങിക്കൊണ്ട് കാശ് തരാനെന്നും പറഞ്ഞ്. നിങ്ങൾ 1 മണിക്കൂർ ഞങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്യിച്ചില്ല. ബിസിനസ്സുകാരെ തെണ്ടി എന്ന് പറയാൻ ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാ. മതിയോ ചേട്ടാ? ചേട്ടന് മാത്രമേ ഇവിടെ ബുദ്ധിമുട്ടുള്ളൂ. ഈ ചേട്ടന് തിരിച്ചു കൊടുക്കാനുള്ള പൈസ ഞാൻ തന്നേക്കാം, ഒന്ന് പോയി തരുമോ പ്ലീസ്? എടോ തനിക്കെന്താണോ? എടോ ഇയാളെ വിളിച്ചോ ഞാൻ? എന്റെ പൊന്ന് ചേട്ടാ, ഞാൻ ചേട്ടനെ വിളിച്ചോ? ആ സംഘാടകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോണ്ട് പോകും പ്ലീസ്. എടോ തന്നെ വിളിച്ചോ ഞാൻ? ശരി ഓക്കെ. ഇത്ര ചാട തെണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട്. കാരണം 1 മണിക്കൂർ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ. ഇതിവിടെ പറഞ്ഞങ്ങ് തീർന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും. അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും. മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ. ഇന്നിപ്പോ ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നെന്ന് ഇരിക്കട്ടെ, ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞ പൈസയെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ജാട വല്ലതും കാണിക്കാൻ പറ്റുമോ? എന്താ ഉച്ചയ്ക്ക് ഞാൻ ജാട കാണിച്ചേ? ഓൾറെഡി കിട്ടാനുള്ള എൻ്റെ വെട്ടി വീണു. ഇനി ഞാൻ പറയുന്നതാ ടേംസ് ആൻഡ് കണ്ടീഷൻ. ഞാൻ പറയുന്നതേ നടക്കൂ. എന്താ എല്ലാവരും ഓടി അങ്ങോട്ട് വന്നേ? കാശ് കൊടുത്തു. ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന ഒരു മോട്ടിവേഷൻ ക്ലാസ് ആണ് നിങ്ങളിവിടെ കേട്ടത്. തനിച്ച ആഭാസം പറഞ്ഞുകൊണ്ട് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുക. എന്നാൽ എത്രമാത്രം മോട്ടിവേറ്റഡ് ആവുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വിഷയം. ജനങ്ങൾ അതുകൊണ്ടാണല്ലോ അത്തരത്തിൽ പ്രതികരിച്ചത്. ഏതായിരുന്നാലും കച്ചവടക്കാരെ ഇദ്ദേഹം വളരെ മോശമായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പരിശുദ്ധ ഇസ്ലാമിൽ അള്ളാഹുവിൻ്റെ റസൂൽ പ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് കച്ചവടക്കാരെ പരിചയപ്പെടുത്തിയത്, എങ്ങനെയാണ് കച്ചവടക്കാരെ മോട്ടിവേഷൻ നൽകിയത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം, അഫ്ളലുൽ കസ്ബി ബൈഉൻ മബ്റൂർ വഅമലുർ റജുലി ബിയദി. ഏറ്റവും നല്ല അധ്വാനം എന്നുള്ളത് നന്മ നിറഞ്ഞ കച്ചവടമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കാണാം. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്ന അത്യബൽ കസ്ബി കസ്ബുത് തുജാർ. ഏറ്റവും നല്ല അധ്വാനം എന്നുള്ളത് കച്ചവടക്കാർ, ബിസിനസ്സുകാരുടെ അധ്വാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിൽ എത്രമാത്രം ലാളിത്യവും പ്രചോദനവും ഉണ്ട്. നബി തങ്ങൾ തുടരുകയാണ്, എങ്ങനത്തെ കച്ചവടക്കാരാണ്? എല്ലാ കച്ചവടക്കാരും ഏറ്റവും മഹോന്നതരാണ് എന്നല്ല, മറിച്ച് ആ കച്ചവടക്കാർക്ക് ചില പ്രത്യേകതകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലദീന ഇദാ ഹദ്ദസു ലം യക്ദിബു. കച്ചവടക്കാർ അവർ എന്ത് സംസാരിച്ചാലും അത് കളവായിരിക്കില്ല. വ ഇദ തുമിനു ലം യഖൂനു. അവരെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവർ വഞ്ചിക്കുകയുമില്ല. വ ഇദ വഅദു ലം യുഖ്ലിഫു. അവരോട് കരാറ് ചെയ്താൽ അവർ അത് ലംഘിക്കുകയില്ല. വ ഇദഷ്തറു. അവർ വല്ല വസ്തുവും വാങ്ങിക്കഴിഞ്ഞാൽ അനാവശ്യമായി ലം യദുമ്മു, അതിനെ കുറ്റം പറയുകയില്ല. വ ഇദ ബാഉ ലം യത്റു. അവർ വല്ല വസ്തുവും വിൽക്കുകയാണെങ്കിൽ അതിന് ഇല്ലാത്ത ഗുണങ്ങൾ പറഞ്ഞു വിൽക്കുകയുമില്ല. ഇങ്ങനെ നന്മ നിറഞ്ഞ മനസ്സിൻ്റെ ഉടമകളാകുന്ന കച്ചവടക്കാർ, അവരുടെ അധ്വാനം ഏറ്റവും നല്ലതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം മറ്റൊരു ഹദീസിൽ, അത്താജിറു സദൂഖുൽ അമീനു മഅൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാ. സത്യസന്ധനായ, ഏറ്റവും സത്യസന്ധരായ കച്ചവടക്കാർ, വിശ്വസ്തരായ കച്ചവടക്കാർ, അവർ മഅൻ നബിയ്യീൻ, അവർ നബിമാരോട് കൂടെയാണ്, വസ്സുദ്ദീഖീൻ, അവർ സുദ്ദീഖീങ്ങളോട് കൂടെയുമാണ്, വശുഹദാ, ഇസ്ലാമിന് വേണ്ടി അടരാടി രക്തസാക്ഷികളാകുന്ന ശുഹദാക്കളോട് കൂടെയുമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇങ്ങനെ നിരവധി ഹദീസിൽ കച്ചവടക്കാരുടെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും നല്ല അധ്വാനം കച്ചവടക്കാരുടെ അധ്വാനമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പണ്ഡിതന്മാർ പലരും കച്ചവടക്കാരായിരുന്നു. മഹാനായ അബു ഹനീഫത്തുൽ കൂഫി മഹാനവറുകൾ, അതായത് ഹനഫി മദ്ഹബിൻ്റെ സ്വാഹിബ്, മഹാനവറുകൾക്ക് വലിയ കച്ചവടമുണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ നിരവധി പണ്ഡിതന്മാർ എല്ലാവരും കച്ചവടത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രചോദനങ്ങൾ ഉൾക്കൊണ്ടായിരിക്കാം.
അതുപോലെ തന്നെ സ്വഹാബത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ തുണിക്കച്ചവടക്കാരനായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ മഹദിയവറുകളും കച്ചവടക്കാരിയായിരുന്നു. ഇങ്ങനെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ മഹോന്നതരായ മഹത്തുക്കളെല്ലാം അവരൊക്കെയും കച്ചവടക്കാരായിരുന്നു കൂടുതലും എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ നിന്നും വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാം ഏറെയും ഇത്തരത്തിൽ കച്ചവടത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. കച്ചവടക്കാരെ വളരെ ബഹുമാനത്തോടു കൂടെയാണ് ഇസ്ലാം എപ്പോഴും അഭിസംബോധനം ചെയ്തിട്ടുള്ളതും. എന്നാൽ ഇത്രത്തോളം മഹത്തമായ ഒരു കർമ്മത്തെ, ഒരു അധ്വാനത്തെ അത് വളരെ മോശമായ രീതിയിൽ ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങി സ്റ്റേജിൽ കയറി വിളിക്കുമ്പോൾ ഉളുപ്പുള്ള ആളുകൾക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള വാക്കുകൾ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. മാന്യന്മാർ എന്തായിരുന്നാലും ഇത്തരത്തിൽ പ്രതികരിച്ചു പോകും. അത്രമാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ളതിൽ യാതൊരു അത്ഭുതവുമില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിൽ നമുക്ക് വിശ്വസിക്കാം, ഇത്തരത്തിലുള്ള ബിസിനസ്സുകാർ, മാന്യതയുള്ള അഭിമാനമുള്ള ബിസിനസ്സുകാർ നിലവിലുള്ളത് അത് തന്നെ ഉപഭോക്താക്കളാകുന്ന, കസ്റ്റമേഴ്സ് ആകുന്ന നമുക്ക് വലിയ ആശ്വാസമാണ്. പണത്തിന് വേണ്ടി എന്ത് തോന്നിവാസവും കേട്ട് എങ്ങനെങ്കിലും പണമുണ്ടാക്കണം എന്നല്ല, അഭിമാനം വിൽക്കാതെ അഭിമാനം നിലനിർത്തിക്കൊണ്ട് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും മോട്ടിവേറ്റഡായി ഏതെങ്കിലും രീതിയിൽ പണമുണ്ടാക്കണം. ഇദ്ദേഹത്തിൻ്റെ പല മോട്ടിവേഷൻ ക്ലാസ്സുകളിലും എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണം, ബിസിനസ് വളരണം, അതിന് എന്ത് തോന്നിവാസങ്ങളും മുമ്പിലുണ്ടായിരുന്നാലും അതൊരു പ്രതിസന്ധികളല്ല, അതൊന്നും നമ്മുടെ ബിസിനസ്സിന് തടസ്സമാകാൻ പാടില്ല എന്ന രീതിയിലുള്ള ബിസിനസ് മോട്ടിവേഷനുകൾ അതൊരിക്കലും ഭൂഷണമല്ല. അത് നമുക്കൊരിക്കലും ശാശ്വതമായ ലാഭം കൊയ്യുകയുമില്ല. സത്യസന്ധമായ ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.